പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് വെല്ലുവിളിച്ചോണ്ട് മുന്നേ വന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആര് വേണേലും വന്നോട്ടെ. മകൾക്ക് വേണ്ടിയിട്ടുള്ള അംഗം ചെയ്യിക്കാൻ അമ്മ തയ്യാറെടുത്തു കഴിഞ്ഞല്ലോ. അതെന്തായാലും രാധികയുടെ സന്തോഷത്തിലല്ല. എന്തോ നീ ഒരിക്കലും വരുണ്ട സ്നേഹിച്ചിട്ടില്ലല്ലോ. സ്നേഹം നടിച്ചിട്ടല്ലേ ഉള്ളൂ. വിട്ടുതരാൻ നിനക്ക് എളുപ്പം. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇനി നീ കാര്യത്തിൽ സംസാരിക്കണ്ട. എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. നീ എന്തിനാ മോളെ അവളോട് കാലു പിടിച്ച് കരയുന്നേ? എനിക്കിതൊന്നും കേട്ടാ സഹിക്കില്ലെന്നറിയില്ലേ? മുത്തശ്ശിയോട് ആരാ പറഞ്ഞേ ഞാൻ കാലു പിടിച്ച് കരഞ്ഞൂന്ന്? ഇതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ മുത്തശ്ശി? ആ, ഞാൻ അമ്മയെ വിളിച്ച് സോറി പറഞ്ഞു. അച്ഛനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞു. നാളെ മുതൽ എന്നെ കാണാതാവുമ്പോ എല്ലാവരുടെ മനസ്സിൽ ഇത് കിടക്കില്ലേ? ആ സങ്കടം ഉള്ളി കിടന്ന് അവരുടെ മനസ്സൊന്ന് വെന്തോട്ടെ മുത്തശ്ശി. അതിനിപ്പോ എന്താ? എടി ഭയങ്കരീ, അതെ നിന്നെ ഞാൻ സമ്മതിച്ചു. ഇപ്പൊ അമ്മയുടെയും ചേച്ചിയുടെയും മുന്നിലേ ഞാൻ നല്ല കുട്ടിയാ. ഒരു നല്ല കുട്ടി കാണാതായാലല്ലേ എല്ലാരും സങ്കടപ്പെടും. സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ മുത്തശ്ശി? ജീവിതത്തില് അഭിനയിച്ച് പഠിച്ചല്ലേ പറ്റൂ. ആ, എന്നാലേ ഇനി നിന്റെ തീരുമാനം പോലെ തന്നെ ആവട്ടെ. പിന്നെ രാത്രിയിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലാം ഓക്കെയാണ്. എന്നാ പിന്നെ എന്റെ മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്തായാലും അവളുടെ മനസ്സ് മാറിയല്ലോ അമ്മേ. അത് നല്ല കാര്യല്ലേ? ഇങ്ങനെ എപ്പോഴും ചിന്തിക്കാൻ അവൾക്ക് സാധിച്ച ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോയേനെ. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. ആ സൂര്യ, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു? ഇവിടെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അച്ഛാ. നമ്മുടെ വർക്കേഴ്സ് എല്ലാം നല്ല ഹാപ്പിയാണ്. നാളെ വെളുപ്പിന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരണം. എന്താച്ചാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. വരുണും രാധികയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം നമ്മുടെ കുടുംബത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നീ വരണം, അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നീ പറഞ്ഞാൽ അവൻ കേൾക്കും, നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ.
രാധിക നിന്നെ സ്വന്തം ഏട്ടനായിട്ടല്ലേ കാണുന്നത്. രാധികയോട് നീ തന്നെ സംസാരിക്കണം. വരുൺ ഇപ്പൊ എവിടെയുണ്ട്? വരുൺ ഒരു ഭീഷണി മുഴക്കി നിൽക്കുകയാണ്. അവൻ പറഞ്ഞ കണക്കനുസരിച്ച് നാളെ കണിമംഗലത്ത് ഒന്നുകിൽ വരുൺ അല്ലെങ്കിൽ പ്രിയങ്ക, രണ്ടുപേരിൽ ഒരാൾ മാത്രമേ കാണൂ എന്നാ പറയുന്നത്. പ്രിയങ്ക അവൻ ജീവനോടെ കത്തിച്ചു കളയുന്നൊക്കെ പറയുന്നത്. ആ നേരത്തെ മുഖഭാവം കണ്ടാൽ അവനത് ചെയ്യുമെന്ന് തോന്നിപ്പോകും. ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ. ഞങ്ങള് വെളുപ്പിനെ തന്നെ തിരിക്കാച്ച. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. ശരി. എടോ, സാധനങ്ങൾക്കൊന്ന് എടുത്തു വെക്കി. നാളെ രാവിലെ നമ്മൾ കണിമംഗലത്തേക്ക് പോവാ. അല്ല, എന്താ കാര്യം? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വരുണിന്റെ രാധികയുടെ ഇഷ്യൂ അല്ലേ? അതെ, എന്നോട് മറച്ചു വെക്കണ്ട. അത് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അരുതാത്തതൊന്നും കണിമംഗലത്തെ ആണുങ്ങൾ അറിയാൻ പാടില്ലെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ പേരില ആരും ഒന്നും അറിയാതെ പോയത്. അതെ, അച്ഛൻ നല്ല ടെൻഷനില്ല. നമുക്ക് പോയേ പറ്റൂ.